ശ്രീ പദ്ധതിയിൽ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച നിലപാടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. രാജസ്ഥാൻ ഉൾപ്പെടെ കോൺഗ്രസ് ഭരിച്ച 3 സംസ്ഥാനങ്ങളും യഥേഷ്ടം പണം വാങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തെ തഴയുന്നതെന്നും ജോൺ ബ്രിട്ടാസ് എം.പി. PM ശ്രീ പദ്ധതിയിലുൾപ്പെടെ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് സർവശിക്ഷ അഭിയാനിൽ ലഭിക്കാനുള്ള തുക നൽകാൻ കഴിയൂ എന്ന നിലപാട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ ഭീമമായ തുക വാങ്ങിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നത്. കോൺഗ്രസ് സർക്കാരുകളുടെ ഇത്തരം നിലപാടാണ് PM ശ്രീ ഉൾപ്പെടെ എതിർക്കുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. വിമർശിച്ചു. 3 കോൺഗ്രസ് ഗവൺമെന്റുകൾ ഈ പണം യഥേഷ്ടം വാങ്ങിയെടുത്തു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ നിലപാടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ ദുർബലമാക്കിയതെന്നാണ് അദ്ദേഹം തന്നെ ഇന്ന് കൃത്യമായിട്ട് പാർലമെന്റിന്റെ വേദിയിൽ പറഞ്ഞത്. തെലങ്കാന, രാജസ്ഥാൻ, ഹിമാചൽ സർക്കാരുകൾ യഥേഷ്ടം പണം വാങ്ങുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ ഇരട്ടത്താപ്പ് കളിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാൻ സർക്കാർ 2022-2023 കാലയളവിൽ 2138 കോടി രൂപയാണ് വാങ്ങിയത്. 2023-24 കാലയളവിൽ 3202 കോടി രൂപയും വാങ്ങി. തെലങ്കാന സർക്കാരും ഹിമാചൽ സർക്കാരും വൻതോതിലാണ് പണം വാങ്ങിയതെന്നും ജോൺ ബ്രിട്ടാസ് എം.പി. ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ഗവൺമെന്റുകൾ വാങ്ങിയല്ലോ, അവരൊപ്പിട്ടല്ലോ, അവരതിന്റെ ഭാഗമായല്ലോ, ആ കണക്കും വെച്ച് തന്നു. അപ്പോൾ ഇനി അടുത്ത നിങ്ങൾ പോകേണ്ടത് കോൺഗ്രസ്സുകാരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 3 സംസ്ഥാനങ്ങൾ ഇത്രയും ഭീമമായ സംഖ്യ കൈപ്പറ്റി എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കണം. അതേസമയം കേരളത്തിന് ലഭിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ മന്ത്രിമാരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്യേണ്ടത് MP എന്ന നിലയിൽ തന്റെ കടമയെന്നും ജോൺ ബ്രിട്ടാസ് എം.പി. വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.